അടുത്ത പാരാമീറ്റർ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ആൻറ്റിന മെഷർമെൻറ്റിൽ വരുന്ന അടുത്തത് മെഷർമെൻറ്റ് ഓഫ് ആൻറ്റിന പാറ്റേൺ ആണ്. ആൻറ്റിന പാറ്റേൺ എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്. ആൻറ്റിന പാറ്റേൺ ഈസ് ഓൾസോ നോൺ ആസ് റേഡിയേഷൻ പാറ്റേൺ ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റേഡിയേഷൻ പ്രോപ്പർട്ടീസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് സ്പേസ് കോർഡിനേറ്റ്സ്. ഇൻ ജനറൽ റേഡിയേഷൻ പാറ്റേൺ ഈസ് ഡിറ്റർമിൻഡ് ഇൻ ദ ഫാർ ഫീൽഡ് റീജിയൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാർ ഫീൽഡ് നിയർ ഫീൽഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് യൂഷ്വലി റേഡിയേഷൻ പാറ്റേൺ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഫാർ ഫീൽഡ് റീജിയനിലാണ്. ആൻഡ് ദ റേഡിയേഷൻ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്, റേഡിയേഷൻ ഇൻറ്റൻസിറ്റി, ഫേസ് ആൻഡ് പോളറൈസേഷൻ. ഓക്കെ. ആൻഡ് ദ ആൻറ്റിന പാറ്റേൺ കൺസിസ്റ്റ് ഓഫ് റേഡിയേഷൻ ലോബ്സ്. നമ്മൾ അവിടെ റേഡിയേഷൻ പാറ്റേൺ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഡിയേഷൻ ലോബ്സ് ഉണ്ട്. റേഡിയേഷൻ ലോബ് ഈസ് ഓൺലി വൺ ഫോർ ആൻ ഐഡിയൽ ആൻറ്റിന. ഓക്കെ. In fact, no antenna is ideal. Hence, radiation lobe is defined as the portion of the radiation bounded by the regions of relatively weak radiation intensity. And the radiation pattern of any antenna consists of one major lobe and a set of side lobes. Minor or side lobes. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഡിയേഷൻ പാറ്റേൺ ഒരു ഫിഗറൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മേജർ ലോബ് ഉണ്ട്, സൈഡ് ലോബ്സ് ഉണ്ട്. സൈഡ് ലോബ്സിന് തന്നെ മൈനർ ലോബ്സ് ഉണ്ട്. മൈനർ ലോബ്സിന് തന്നെ സൈഡ് ലോബ്സും ബാക്ക് ലോബ്സും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഭവങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ദെൻ അതാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള മേജർ ലോബ് ഓർ മെയിൻ ലോബ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഡിയേഷൻ ലോബ് വിച്ച് കണ്ടെയ്ൻസ് ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം റേഡിയേഷൻ. ആൻഡ് മൈനർ ലോബ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി ലോബ് അതർ ദാൻ മേജർ ലോബ്. ആൻഡ് ആൻറ്റിന പാറ്റേൺസ് ആർ ഓഫ് ടു ടൈപ്സ്. നമ്മൾ അതും ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഫീൽഡ് പാറ്റേണും പവർ പാറ്റേണും. ഫീൽഡ് പാറ്റേൺ എന്ന് പറയുന്നത് ഈസ് ദ വേരിയേഷൻ ഓഫ് അബ്സല്യൂട്ട് ഫീൽഡ് സ്ട്രെങ്ത് വിത്ത് തീറ്റ ഇൻ ഫ്രീ സ്പേസ്. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ വേഴ്സസ് തീറ്റ ഈസ് ഫീൽഡ് പാറ്റേൺ. സിമിലർലി പവർ എന്ന് പറയുന്നത് എന്താണ്? പവർ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ഇ ആണ്. ഇ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ഇ സ്ക്വയർ. പാറ്റേൺ ഈസ് ദ വേരിയേഷൻ ഓഫ് റേഡിയേറ്റഡ് പവർ വിത്ത് തീറ്റ ഇൻ ഫ്രീ സ്പേസ്. അപ്പോൾ നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഏതർ പവർ പാറ്റേൺ ആവാം അല്ലെങ്കിൽ ഫീൽഡ് പാറ്റേൺ ആവാം. അതായത് പി വേഴ്സസ് തീറ്റ പ്ലോട്ട് ചെയ്യാം, അതല്ലെങ്കിൽ പിക്ക് പകരം ഇ സ്ക്വയർ വേഴ്സസ് തീറ്റ നമ്മൾ പ്ലോട്ട് ചെയ്യാം. ഓക്കെ. എത്രയാണ് റേഡിയേഷൻ പാറ്റേണിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പോയിന്റ് എഴുതണമെന്നില്ല, കാരണം അതിൽ പറയുന്നത് റേഡിയേഷൻ ആൻറ്റിന പാറ്റേൺ എന്ന് പറയുന്നത് ഐഡിയൽ ആൻറ്റിനയ്ക്ക് ഒരു റേഡിയേഷൻ ലോബേ ഉണ്ടാവുള്ളൂ, അതായത് മെയിൻ ലോബ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാ ആൻറ്റിനാസും ഐഡിയൽ അല്ലാതെ കാരണം മേജർ ലോബിൻ്റെ കൂടെ മൈനർ ലോബ്സ് ഉണ്ടാവും. അതാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ പോയിൻറ്റ്സ് എഴുതിയിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ള പോയിൻറ്റ്സ് നമ്മൾ ഓൾറെഡി അറിയാവുന്ന പോയിൻറ്റ്സ് ആണ്. അതൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു പാരഗ്രാഫ് പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം. ഇനി അടുത്ത് വരുന്നത് ബേസിക് പ്രൊസീജിയർ ഫോർ റേഡിയേഷൻ പാറ്റേൺ മെഷർമെൻ്റ് ആണ്. ബേസിക് പ്രൊസീജിയർ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ബേസിക് പ്രൊസീജിയർ ഫോർ റേഡിയേഷൻ പാറ്റേൺ മെഷർമെൻറ്റ്. നമുക്ക് ഒരു റേഡിയേഷൻ പാറ്റേൺ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് ആൻറ്റിനാസ് യൂസ് ചെയ്യുന്നുണ്ട്. 2 ആൻറ്റിനാസ് റിക്വയർഡ്. 1 ആൻറ്റിന ആക്ട് ആസ് ആൻറ്റിന അണ്ടർ ടെസ്റ്റ്. നമ്മൾ കഴിഞ്ഞ മെഷർമെൻറ്റിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ റേഡിയേഷൻ റെസിസ്റ്റൻസ് അതിൻ്റെ മെഷർമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. AUT മീൻസ് ആൻറ്റിന അണ്ടർ ടെസ്റ്റ് വിച്ച് വൈൽ ദ അതർ ഇലുമിനേറ്റ്സ് ദ AUT ആൻഡ് ലൊക്കേറ്റഡ് എവേ ഫ്രം ദ AUT. അപ്പോൾ രണ്ട് ആൻറ്റിനാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു ആൻറ്റിന എന്ന് പറയുന്നത് ഏത് ആൻറ്റിനയുടെ ആണോ പാറ്റേൺ മെഷർ ചെയ്യുന്നത് അത്. രണ്ടാമത്തെ ആൻറ്റിന എന്ന് പറയുന്നത് ഈ ആൻറ്റിന അണ്ടർ ടെസ്റ്റിനെ ഇലൂമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡ് ആൻറ്റിന എന്ന് പറയുന്നത്. ഓക്കെ. 1 ആൻറ്റിന ഈസ് ഇൻ ട്രാൻസ്മിറ്റിംഗ് മോഡ് ആൻഡ് വൈൽ ദ അതർ വൺ ബീയിങ് ഇൻ റിസീവിങ് മോഡ്. ഓക്കെ. 1 ആൻറ്റിന ഈസ് ഇൻ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന, 1 ആൻറ്റിന ഈസ് ഇൻ ട്രാൻസ്മിറ്റിംഗ് TXING എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് അതർ വൺ ഈസ് റിസീവിങ് മോഡ്. റേഡിയേഷൻ പാറ്റേൺ വിൽ ബി സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ദ മോഡ് ഇൻ വിച്ച് ദ ആൻറ്റിന ഈസ് യൂസ്ഡ്. അതായത് നമ്മൾ രണ്ട് ആൻറ്റിന ഓൾമോസ്റ്റ് മീൻസ് ഐഡൻറ്റിക്കൽ ടൈപ്പ് ആൻറ്റിനാസാണ് നമ്മൾ ഓൾമോസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അത് ഏത് മോഡാണെന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. വെദർ ഇറ്റ് ഈസ് ഇൻ ട്രാൻസ്മിറ്റിംഗ് മോഡ് ഓർ റിസീവിംഗ് മോഡ് ആൻഡ് റേഡിയേഷൻ പാറ്റേൺ വിൽ ബി സെയിം. ഓക്കെ. Then AUT as primary antenna and other one is as
സെക്കൻഡറി ആൻറ്റിന. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈമറി ആൻറ്റിന എന്ന് പറയുന്നത് ആൻറ്റിന അണ്ടർ ടെസ്റ്റ് ആണ്. സെക്കൻഡറി ആൻറ്റിന എന്ന് പറയുന്നത് ഒരു ആൻറ്റിനയാണ് നമ്മൾ AUTനെ ഇലൂമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൻറ്റിനയാണ് നമ്മൾ സെക്കൻഡറി ആൻറ്റിന ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് 2 മെത്തേഡ് വരുന്നുണ്ട്. ദർ ആർ 2 മെത്തേഡ്സ് ഓർ പ്രൊസീജിയർ ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ റേഡിയേഷൻ റെസിസ്റ്റൻസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ എങ്ങനെ മെഷർമെൻറ്റ് ചെയ്യും, ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ എങ്ങനെ മെഷർമെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് 1 എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി. കേസ് 1 എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി ആണെങ്കിൽ AUT is that is primary antenna is kept stationary while secondary antenna is moved around the primary antenna along a circular path with uniform radius. If the secondary antenna is directional one, it is always aimed as the primary antenna, and in this procedure primary antenna is transmitting antenna. അപ്പോൾ എന്താ പറഞ്ഞത്, ഇവിടെ നമ്മൾ പ്രൈമറി AUT എന്ന് പറയുന്നത് പ്രൈമറി ആൻറ്റിന, ദെൻ ഒരു സെക്കൻഡറി ആൻറ്റിന ഉണ്ട്. അപ്പോൾ പ്രൈമറി ആൻറ്റിന ഫിക്സ്ഡ് ആയിരിക്കും. സെക്കൻഡറി ആൻറ്റിനേനെ എന്ത് ചെയ്യും, ഈ പ്രൈമറി ആൻറ്റിനയുടെ ചുറ്റും ഒരു യൂണിഫോം സർക്കിളിൽ യൂണിഫോം റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തിൽ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും, മൂവ് അറൗണ്ട് ദ പ്രൈമറി ആൻറ്റിന. ആൻഡ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈമറി ആൻറ്റിന എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു 2 ആൻറ്റിനാസ് ഉണ്ട്. ഒന്ന് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ആയിരിക്കും, ഒരെണ്ണം റിസീവിങ് ആൻറ്റിനയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കേസിൽ ഈ പ്രൊസീജിയറിൽ പ്രൈമറി ആൻറ്റിനേനെ നമ്മൾ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി ആൻറ്റിന എന്ന് പറയുന്നത് ഡയറക്ഷണൽ വൺ ആണെങ്കിൽ, ഡയറക്ഷണൽ വൺ എന്ന് പറയുന്നത് എന്താ, ഡയറക്ഷണൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ ഡിസൈഡഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഉള്ള ടൈപ്പ് ആൻറ്റിന അല്ലെങ്കിൽ മാക്സിമം റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ആൻറ്റിന, അതാണ് ഡയറക്ഷണൽ ആൻറ്റിന എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ആൻറ്റിന ഓൾവേസ് എയിം അറ്റ് ദ പ്രൈമറി ആൻറ്റിന. ദെൻ അടുത്ത് എന്താ ചെയ്യുന്നത്, അറ്റ് ദ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് അലോങ് ദ സർക്കുലർ പാത്ത് the readings of the field strength and direction with respect to the primary antenna are recorded. Then from these readings the radiation pattern of the primary antenna is plotted either as a rectangular plot or a polar plot. Okay, അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താ, ഡിഫറെൻറ്റ് പോയിൻറ്റ്സിലുള്ള along the circular path ഡിഫറെൻറ്റ് പോയിൻറ്റ്സിലുള്ള ഫീൽഡ് സ്ട്രെങ്ത് നമ്മൾ എന്ത് ചെയ്യും, ആൻഡ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ആൻറ്റിന നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ദെൻ ഫ്രം ദീസ് റീഡിങ്സ് ദ റേഡിയേഷൻ പാറ്റേൺ ഓഫ് പ്രൈമറി ആൻറ്റിന ഈസ് പ്ലോട്ടഡ്. പ്രൈമറി ആൻറ്റിനയിലുള്ള നമ്മൾ ആൻറ്റിന അണ്ടർ ടെസ്റ്റ് വരുന്നത്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ ബോത്ത് ദ ആൻറ്റിനാസ് കെപ്റ്റ് സ്റ്റേഷനറി. അപ്പോൾ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ ആൻറ്റിന അണ്ടർ ടെസ്റ്റ് ഓർ പ്രൈമറി ആൻറ്റിന ഈസ് kept stationary. Here both the antennas kept stationary with suitable spacing between them. രണ്ട് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് ഒരു സ്യൂട്ടബിൾ സ്പേസിംഗ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് രണ്ട് ആൻറ്റിനാസിനും സ്റ്റേഷനറി ആയിട്ട് കീപ്പ് ചെയ്യും. ആൻഡ് സെക്കൻഡറി ആൻറ്റിന എയിംഡ് അറ്റ് ദ പ്രൈമറി ആൻറ്റിന ആൻഡ് സെക്കൻഡറി ആൻറ്റിന ഈസ് ട്രാൻസ്മിറ്റിംഗ് മോഡ്. നേരത്തെ പ്രൈമറി ആൻറ്റിന ഓർ ആൻറ്റിന അണ്ടർ ടെസ്റ്റ് ഈസ് ഇൻ transmitting mode. Here the secondary antenna is in transmitting mode, so that the field strength reading and the direction of the primary antenna with respect to secondary antenna is made, and the continuous readings at different points during the rotation can be made using pattern recorder. Okay, ഇതിൻ്റെ സെറ്റപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറച്ചും കൂടി ശരിക്കും മനസ്സിലാകും. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ പ്രൈമറി ആൻറ്റിന ഫിക്സഡ് ആയിരുന്നു. സെക്കൻഡറി ആൻറ്റിന പ്രൈമറി ആൻറ്റിനയുടെ ചുറ്റും ഒരു കോൺസ്റ്റൻറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തിലൂടെ നമ്മൾ മൂവ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പോയിൻറ്റ്സിലുള്ള ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫീൽഡിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ഓഫ് സെക്കൻഡറി ആൻറ്റിന വിത്ത് റെസ്പെക്ട് ടു പ്രൈമറി ആൻറ്റിന. കാരണം പ്രൈമറി ആൻറ്റിന എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് ആയിരുന്നു, സെക്കൻഡറി ആൻറ്റിന എന്ന് പറയുന്നത് റിസീവിങ് ആൻറ്റിന ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡറി ആൻറ്റിനയുടെ ഫീൽഡ് സ്ട്രെങ്ത് വിത്ത് റെസ്പെക്ട് ടു ദ പ്രൈമറി ആൻറ്റിന ആർ റെക്കോർഡഡ്. ഓക്കെ, ഫീൽഡ് സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ പ്രൈമറി ആൻറ്റിന.
are recorded. Then from these reading the radiation pattern of primary antenna is plotted either as rectangular plot or polar plot. അപ്പോൾ അവിടുത്തെ കേസിൽ അങ്ങനെയായിരുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് രണ്ട് ആൻറ്റിനാസും ഫിക്സ്ഡ് ആയിരുന്നു. ഓക്കെ, സെക്കൻഡറി ഇവിടെ സെക്കൻഡറി ആൻറ്റിനയാണ് എന്ത് ട്രാൻസ്മിറ്റിംഗ് മോഡിൽ, മറ്റെടുത്ത് പ്രൈമറി ആൻറ്റിന ആയിരുന്നു ട്രാൻസ്മിറ്റിംഗ് മോഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡറി ആൻറ്റിന ട്രാൻസ്മിറ്റിംഗ് മോഡ് ആവുന്നത് കൊണ്ട് എന്ത് ചെയ്യും നമ്മളിവിടെ സോ ദാറ്റ് ദ ഫീൽഡ് സ്ട്രെങ്ത് റീഡിങ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ പ്രൈമറി ആൻറ്റിന വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡറി ആൻറ്റിന ഈസ് മെയ്ഡ്. ഓക്കെ, നേരത്തെ എടുത്ത് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. ഏതാണോ ട്രാൻസ്മിറ്റിംഗ് മോഡ് അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് നമ്മൾ മറ്റതിൻ്റെ റീഡിങ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ റീഡിങ് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ രണ്ടും ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സെക്കൻഡറി ആൻറ്റിനേനെ വെർട്ടിക്കൽ ആക്സിസിൽ എന്ത് ചെയ്യും നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അറൗണ്ട് പ്രൈമറി ആൻറ്റിന നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ ഓൺ വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂസ് റീഡിങ് എടുക്കാം. നമുക്കൊരു റെക്കോർഡർ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് റീഡിങ് പാറ്റേൺ റെക്കോർഡർ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് റീഡിങ് എടുക്കാം. അതല്ലെങ്കിൽ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്ത് ഓരോ പർട്ടിക്കുലർ പോയിൻറ്റ്സിലുള്ള റീഡിങ് എടുക്കാം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം റേഡിയേഷൻ പാറ്റേൺ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ സെറ്റപ്പ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് റേഡിയേഷൻ പാറ്റേൺ ദ സിമ്പിൾ അറേഞ്ച്മെൻറ്റ് ഈസ് ഷോൺ ഇൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി ആൻറ്റിന കാണിച്ചിട്ടുണ്ട്, അത് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ആയിട്ട് എടുത്തിരിക്കുന്നു. സെക്കൻഡറി ആൻറ്റിന ഈസ് കൺസിഡേർഡ് ആസ് ആൻറ്റിന അണ്ടർ ടെസ്റ്റ്. പിന്നെ നമുക്ക് വരുന്നത് എന്താണ് സെക്കൻഡറി ആൻറ്റിനേനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. റൊട്ടേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അതായത് വെർട്ടിക്കൽ ആക്സിസിൽ തന്നെ. നമ്മളിത് സെക്കൻഡ് കേസിൽ പറഞ്ഞതുപോലെയാണ് എടുക്കുന്നത്. പക്ഷെ അവിടുത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് സെക്കൻഡറി ആൻറ്റിനേനെ ട്രാൻസ്മിറ്റിംഗ് മോഡിൽ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആൻറ്റിന അണ്ടർ ടെസ്റ്റിനെ സെക്കൻഡറി ആയിട്ട് എടുത്തു ആൻഡ് പിന്നെ പ്രൈമറി ആൻറ്റിനേനെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയായിട്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടി നമുക്ക് മെഷർമെൻറ്റിന് കുറച്ചും കൂടി എളുപ്പമായിട്ട്, അതായത് നമ്മൾ ലോ ഫ്രീക്വൻസി കേസിൽ എടുത്തതുപോലെ തന്നെ എടുക്കുന്നതാണ് കുറച്ചും കൂടിയും നല്ല കുറച്ചും കൂടിയും ഈസി ആയിട്ട് നമുക്ക് റീഡിങ്സ് എടുക്കാനുള്ള എളുപ്പം. അതുകൊണ്ടാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ സെക്കൻഡറി ആൻറ്റിനയാണ് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയായിട്ട് എടുക്കാറുള്ളത്. പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പം വരുന്നത് പ്രൈമറി ആൻറ്റിനേനെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയായിട്ട് എടുക്കുന്നതും സെക്കൻഡറി ആൻറ്റിനേനെ ആൻറ്റിന അണ്ടർ ടെസ്റ്റ് ആയിട്ട് എടുക്കുന്നതുമാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അതാണ് ഈ ഫിഗർ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ട്രാൻസ്മിറ്റർ വരുന്നുണ്ട് പ്രൈമറി ആൻറ്റിന. ദെൻ റിസീവിങ് സൈഡിൽ വരുന്ന സമയത്ത് ഒരു സെക്കൻഡറി ആൻറ്റിന ഉണ്ട്, ആൻറ്റിന അണ്ടർ ടെസ്റ്റ് ഉണ്ട്, ദെൻ ആൻറ്റിന സപ്പോർട്ട് ഷാഫ്റ്റ് ഉണ്ട്, ദെൻ ആൻറ്റിന ഡ്രൈവ് യൂണിറ്റ്സ് ഓർ ആൻറ്റിന റൊട്ടേറ്റർ മെക്കാനിസം. ആൻറ്റിനേനെ നമ്മൾക്ക് അതിൻ്റെ ഇറ്റ്സ് ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒരു റിസീവർ ഉണ്ട്, ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഓക്കെ, അത് ഇൻഡിക്കേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു കോൺസ്റ്റൻറ്റ് റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ കണ്ടിന്യൂസ് റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പാറ്റേൺ റെക്കോർഡർ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വരുന്നത്. ഇവിടെ പ്രൈമറി ആൻറ്റിന എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് ആൻഡ് സെക്കൻഡറി ആൻറ്റിന എന്ന് പറയുന്നത് ആൻറ്റിന അണ്ടർ ടെസ്റ്റ് ആയിട്ടാണ് ഈ ഫിഗറിനകത്ത് എടുത്തിരിക്കുന്നത്. ആൻഡ് സെക്കൻഡറി ആൻറ്റിന കപ്പിൾഡ് വിത്ത് ദ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് യൂസിങ് ആൻറ്റിന റൊട്ടേറ്റർ മെക്കാനിസം ആൻഡ് ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് അലോങ് വിത്ത് ദ റിസീവർ to measure the relative amplitude of the received field. ഇനി നമുക്ക് ഇ പ്ലെയിൻ എച്ച് പ്ലെയിനും വരുന്നുണ്ട് അല്ലേ. ഇ പ്ലെയിൻ മെഷർമെൻറ്റ് സപ്പോർട്ട് ഷാഫ്റ്റ് ഈസ് റൊട്ടേറ്റഡ് വിത്ത് ബോത്ത് ദ ആൻറ്റിനാസ് ഹൊറിസോണ്ടൽ ആൻഡ് എച്ച് പ്ലെയിൻ മെഷർമെൻറ്റ് ദ ഷാഫ്റ്റ് റൊട്ടേറ്റഡ് വിത്ത് ബോത്ത് ദ ആൻറ്റിനാസ് വെർട്ടിക്കൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇ പ്ലെയിനും, അതായത് ഫീൽഡിൽ വരുന്നത് ഇ പ്ലെയിനും എച്ച് പ്ലെയിനും വരുന്നുണ്ട് അല്ലേ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ഇ പ്ലെയിൻ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷാഫ്റ്റ് ഈസ് റൊട്ടേറ്റഡ് വിത്ത് ബോത്ത് ആൻറ്റിനാസ് ഹൊറിസോണ്ടൽ ആൻഡ് ഫോർ എച്ച് പ്ലെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റഡ് വിത്ത് ബോത്ത് ദ ആൻറ്റിനാസ് വെർട്ടിക്കൽ. ഇവിടെ ഇ പ്ലെയിൻ എച്ച് പ്ലെയിൻ മെഷർമെൻറ്റും പാറ്റേണിൻ്റെയൊക്കെ കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്. ഞാനത് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂസിങ് ആവണ്ട വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ
റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് KD പ്രസാദിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇ പ്ലെയിൻ മെഷർമെൻറ്റും H പ്ലെയിൻ പാറ്റേണും ഇ പ്ലെയിൻ പാറ്റേണിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്, അതായത് ഈ ഫിഗറിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനത് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒന്നും കൂടി ഷോർട്ട് ആക്കിയതാണത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 2 ആൻറ്റിനാസിനെയും നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്നു വിത്ത് പ്രോപ്പർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡിസ്റ്റൻസ് റിക്വയർമെൻറ്റ് അതിൻ്റെ കാൽക്കുലേഷനാണ് അടുത്ത് പറയുന്നത്. In order to obtain accurate far field or Fraunhofer radiation pattern, the distance between primary and secondary antenna must be larger. If the distance between two antenna is very much small, the near field or Fresnel pattern is obtained. For accurate Fraunhofer pattern, that is far field pattern measurement, the secondary antenna, that is antenna under test, should be illuminated by a plane wavefront, and a plane wavefront is obtained only at infinite distance. ഓക്കെ, പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് നമുക്കിങ്ങനെ ഈ സർക്കുലാർ വേവ് ഫ്രണ്ടൊക്കെ നിങ്ങൾ, അതായത് പിന്നെ നമ്മളിപ്പോൾ ഒരു വെള്ളത്തിൽ കല്ലിട്ട് കഴിഞ്ഞാൽ അത് പോകുന്നത് സർക്കുലാർ പാറ്റേൺ, അതാണ് സർക്കുലാർ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേവ് ഫ്രണ്ട് എന്തായിട്ട് വരും, പ്ലെയിൻ ആയിട്ട്, അതായത് വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരും. അതാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഓൺലി അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ദസ് ദ ലിമിറ്റ് സ്പെസിഫൈഡ് ഈസ് that the phase difference between the center and the edge of the antenna under test should not be exceed lambda by 16. Okay, അപ്പോൾ സെൻറ്ററും എഡ്ജ് ഓഫ് ദ ആൻറ്റിനയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഷുഡ് നോട്ട് ബി എക്സീഡ് ലാംഡ ബൈ 16. അണ്ടർ ദിസ് കണ്ടീഷൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൻറ്റിന ഷുഡ് ബി എന്താണ്, ഡിസ്റ്റൻസിൻ്റെ കണ്ടീഷൻ ഇതാണ്, ആർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2d² ബൈ ലാംഡ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ വരുന്നത്. ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന അപ്പേർച്ചർ ഉണ്ട്, റിസീവിങ് ആൻറ്റിന അപ്പേർച്ചർ ഉണ്ട്. ഓക്കെ, അത് തമ്മിൽ രണ്ട് ആൻറ്റിനാസും തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആണ്. ഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഉള്ളത് റിസീവിങ് ആൻറ്റിനയുടെ ഡയമെൻഷനാണ് ഡി എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. ട്രാൻസ്മിറ്റിങ്ങിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇ ആയിട്ട് എടുത്തിരിക്കുന്നു. ഓക്കെ, ആർ എന്ന് പറയുന്നത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ആർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2d² ബൈ ലാംഡ. ഡി എന്ന് പറയുന്നത് രണ്ട് ആൻറ്റിനയിൽ ഏത് ആൻറ്റിനയാണോ വലുത് അതിൻ്റെ ഡയമെൻഷൻ, അതാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഡി എന്ന് പറയുന്നത് മാക്സിമം ലീനിയർ ഡയമെൻഷൻ ഓഫ് ഐദർ ആൻറ്റിന, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്, ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. ആൻഡ് ദ വാല്യൂ ഓഫ് ആർ മേ ബി കാൽക്കുലേറ്റഡ് ഇൻ ടേംസ് ഓഫ് റിസീവിംഗ് അപ്പേർച്ചർ ഡി ആൻഡ് ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ഫിഗർ. നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഫിഗറിന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ആർ പ്ലസ് ഡെൽറ്റ സ്ക്വയർ ഈക്വൽ ടു d/2² പ്ലസ് r². അതായത് ഇപ്പോൾ ഈ ഫിഗർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് വരുന്നത്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഞാനത് അവിടെ വരച്ച് കാണിച്ചു തരാം. ഇവിടെ ഡി വരുന്നുണ്ട്, ഇത് 6, ഇത് ആർ പ്ലസ് ഡെൽറ്റ, ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡി, അപ്പോൾ ഇത് d/2, ഇത് t/2. ഓക്കെ, അപ്പോൾ ആർ പ്ലസ് ഡെൽറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു d/2² പ്ലസ് എന്ത് വരും, r² വരും. ഇതേ സ്ക്വയർ ഇസ് ഈക്വൽ ടു d/2² പ്ലസ് r². ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇനി നമുക്കറിയാം ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ or equal to delta and delta is very much less than d, where delta is the phase difference error. Okay, അപ്പോൾ r plus delta square plus 2 delta r is equal to എന്ത് വരും, ഇതിനെ എക്സ്പാൻഡ് ചെയ്തു d²/4 plus r² or 2 delta r is equal to d²/4. അതിനകത്ത് ഡെൽറ്റ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു, നെഗ്ലക്റ്റ് ചെയ്തു. ഡെൽറ്റ സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്യാൻ കാരണം ഡെൽറ്റ എന്ന് പറയുന്നത് വളരെ സ്മോൾ വാല്യൂ ആണ് കമ്പയർഡ് ടു ആർ ആൻഡ് ഡി. ഡെൽറ്റ ഈസ് വെരി മച്ച് സ്മോൾ
therefore we can neglect delta square. പിന്നെ വരുന്നത് ഇവിടെ ഒരു ആർ സ്ക്വയർ ആണ്. ഈ ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി വരുന്നത് 2 ഡെൽറ്റ ആർ ഇസ് ഇക്വൽ ടു ഡി സ്ക്വയർ ബൈ 4 ഓർ ആർ ഇസ് ഇക്വൽ ടു ഡി സ്ക്വയർ ബൈ 8 ഡെൽറ്റ. ഓക്കെ, this shows that the minimum distance requirement depends on the receiving antenna aperture d and wavelength delta. Okay, the value of r may be calculated by replacing delta with the allowable phase difference, that is lambda by 16 typical. The reduction in r tends broader radiation pattern, higher minor lobes and vice versa. ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് അത്ര ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കിട്ടിയ ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെൽറ്റേനെ പകരം എന്ത് കൊടുക്കുക? അലവബിൾ ഫേസ് ഡിഫറൻസ്. യൂഷ്വലി ലാംഡ ബൈ 16, ഇവിടെ ലാംഡ ബൈ 16 ആണ്. ലാംഡ ബൈ 16 എന്ന് പറഞ്ഞ വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ 8 ഇൻറ്റു എന്ത് വരും? ലാംഡ ബൈ 16 വരും. ഇതൊന്നും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2 ഡി സ്ക്വയർ ബൈ ലാംഡ എന്ന് വരും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് യൂണിഫോം ഇലുമിനേഷൻ. അടുത്ത റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് യൂണിഫോം ഇലുമിനേഷൻ റിക്വയർമെൻ്റ് ആണ്. ദ അതർ റിക്വയർമെൻറ്റ് ഫോർ ആൻ അക്യുറേറ്റ് ഫീൽഡ് പാറ്റേൺ ഈസ് ദ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഓർ പ്രൈമറി ആൻറ്റിന ഷുഡ് പ്രൊഡ്യൂസ്. അതായത് പ്രൈമറി ആൻറ്റിന എന്ന് പറയാൻ കാരണം നമ്മൾ ആ ഫിഗറിനകത്ത് പ്രൈമറി ആൻറ്റിനയാണ് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ആയിട്ട് എടുത്തിട്ടുള്ളത്. ഷുഡ് പ്രൊഡ്യൂസ് എ പ്ലെയിൻ വേവ് ഓഫ് യൂണിഫോം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓവർ ദ ഡിസ്റ്റൻസ്. ഇവിടെ ഡിസ്റ്റൻസ് എന്നാണ്. ഡിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ആർ. നമ്മൾ നേരത്തെ പറഞ്ഞു ആൻറ്റിനാസ് തമ്മിലുള്ള സെപ്പറേഷൻ 6 ആയിരിക്കണം. 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഡിസ്റ്റൻസിലെങ്കിലും യൂണിഫോം ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡും ഫേസും ഉള്ള ഒരു പ്ലെയിൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ദ ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് റേസ് ആൻഡ് ഇൻഡയറക്റ്റ് റേസ്. അതായത് ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് റേസ് എന്ന് പറയുന്നത് ആൻറ്റിനയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട്, അതായത് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡറി ആൻറ്റിനോട്ട് അല്ലെങ്കിൽ ആൻറ്റിന അണ്ടർ ടെസ്റ്റിലോട്ട് വരുന്നതാണ് ഈ ഡയറക്റ്റ് റേസ് എന്ന് പറയുന്നത്, ഈ സംഭവം. ദെൻ ഇൻഡയറക്റ്റ് റേസ് എന്ന് പറയുന്നത് വേവ്സ് റിഫ്ലക്റ്റഡ് ഫ്രം ഗ്രൗണ്ട്. ഇവിടെ ഗ്രൗണ്ട് എന്നാണ്. വേവ്സ് റിഫ്ലക്റ്റഡ് ഫ്രം ഗ്രൗണ്ട്, GND എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്രം ഗ്രൗണ്ട് ഷുഡ് ബി അവോയ്ഡഡ് ആസ് ഫാർ ആസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റേസും തമ്മിലുള്ള ഇൻ്റർഫറൻസ് എന്ത് ചെയ്യണം? നമ്മൾ അവോയ്ഡ് ചെയ്യണം. ബിസൈഡ്സ് റിഫ്ലക്ഷൻ ഫ്രം സറൗണ്ടിങ് ഒബ്ജക്ട്സ് ലൈക്ക് ബിൽഡിങ്സ് എക്സെട്ര ഷുഡ് ബി ഓൾസോ അവോയ്ഡ്. ഫോർ ടെസ്റ്റ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഇൻ ഓപ്പൺ പ്ലെയിൻ ഏരിയ ആൻഡ് ആൻറ്റിന ഷുഡ് ബി installed on higher towers or tops of higher buildings as illustrated in figure. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ ഈ പോയിൻറ്റ്സാണ് ഇതിനകത്ത് പോയിൻ്റായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അതർ റിക്വയർമെൻറ്റ് ഫോർ ആൻ അക്യുറേറ്റ് ഫീൽഡ് പാറ്റേൺ ഈസ് പ്രൈമറി ആൻറ്റിന ഓർ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഷുഡ് പ്രൊഡ്യൂസ് എ പ്ലെയിൻ വേവ് ഓഫ് യൂണിഫോം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓവർ ദ ഡിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ആർ. അത് ഒന്നാമത്തെ പോയിൻ്റായിട്ട് എഴുതുക. ദെൻ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ദ ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ direct rays and indirect rays, that is waves reflected from ground, should be avoided as far as possible. ഈ രണ്ട് പോയിൻറ്റ്സാണ് എന്തായാലും എഴുതേണ്ടത്. ഓക്കെ, ബാക്കിയുള്ള പോയിൻറ്റ്സ് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ആൻറ്റിന, രണ്ട് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയും ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയും ഒരു റിസീവിങ് ആൻറ്റിനയുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിൽ നിന്ന് റിസീവിങ് ആൻറ്റിനയിലോട്ട് കിട്ടുന്ന ആ റേഡിയേഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് മാക്സിമം കിട്ടണം. അപ്പോൾ മാക്സിമം കിട്ടണമെങ്കിൽ എന്താണ്? ബാക്കിയുള്ള ഇൻ്റർഫറൻസസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. ഇൻ്റർഫറൻസസ് എന്തൊക്കെ വരാം? ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ ഗ്രൗണ്ടിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് അതിനെ ഇൻഡയറക്റ്റ് റേസ് എന്ന് പറയും. അതല്ലെങ്കിൽ അവിടെ ബിൽഡിങ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ള വേറെ എന്തെങ്കിലും ഓബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അത് ഇൻ്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടവേഴ്സ് മാക്സിമം ഹൈറ്റിൽ വല്ല ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുകളിലായിട്ട് എന്ത് ചെയ്യണം? ടവേഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ എയറിൽ എന്ത് ചെയ്യണം? നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഫോർ ആൻറ്റിന ടെസ്റ്റ്. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പോയിൻറ്റ്സും എഴുതണം.